അച്ഛൻ മരിച്ചിട്ട് നിന്നെയൊക്കെ നോക്കാൻ വേണ്ടിട്ടാ ഞാൻ ഈ അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്. നീ ഒരു ഒറ്റ എടുത്തുകാരൻ ഇപ്പൊ കുടുംബക്കാരെ മൊത്തം നോക്കാൻ പറ്റാത്ത അവസ്ഥയാ. അവര് പറയുമ്പോ ഞാൻ വളർത്തി വഷളാക്കിന്നല്ലേ പറയൂ. ഈ കണ്ടോമാരൊക്കെ കൂടുന്നെങ്കിൽ കുറെ പൈസ കളഞ്ഞിട്ട് ആ കടം കൂടി എന്നെ കൂടി തീർക്കാൻ പറ്റത്തില്ല ഗംഗേ. നിന്റെ താരം ഒരാളും കൂടെ ഉണ്ട്. അതിനെങ്കിലും ഇനി മര്യാദയ്ക്ക് നോക്കണം. അവക്കൂടെ എന്തെങ്കിലും പറ്റി ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഞാൻ കാരണം അമ്മയുടെ മോക്കൊരു പ്രശ്നം വരാതെ നോക്കാം. എടാ നീ വെച്ചോ, കാര്യങ്ങളെല്ലാം നടക്കട്ടെ. ആരുടെ ഇത്? എല്ലാം അറിയണോ? പുള്ളി ചേച്ചി കളിക്കാൻ നിക്കല്ലേ. അവൻ തന്നെയാ. നീ എൻ്റെ മോൻ കണ്ടില്ലല്ലോ. പക്ഷെ കാറ്, ബ്രേസ്ലെറ്റ്, ആ ബ്രേസ്ലെറ്റ് ഞാൻ അവന് ഗിഫ്റ്റ് ചെയ്തതാ. എനിക്ക് ഉറപ്പടാ അതവനാ എൻ്റെ ജീവിതം നശിപ്പിച്ച പോലെ അവൻ അവളുടെയും. വിഷ്ണു, ഈ റിലേഷൻഷിപ്പിൽ ഇന്ന് വരെ നീ എനിക്കൊരു ഉറപ്പ് തന്നിട്ടില്ല. ഇതെനിക്കിങ്ങനെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് റിലേഷൻഷിപ്പ് വേണ്ട, നമുക്കിങ്ങനെയൊക്കെ പോയാൽ എന്റെ കൺസെന്റ് ചോദിക്കാതെ നീ എന്റെ ദേഹത്ത് തൊട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് റേപ്പാ വിഷ്ണു. വിഷ്ണു അങ്ങനെ സംശയം നിനക്കുണ്ടെങ്കിൽ അത് ഗൗരിയോട് തന്നെ ചോദിച്ചറിയണ്ടേ. നീ അവളോട് സംസാരിക്കും. എടാ നിനക്കറിയാലോ, ഞാൻ എൻ്റെ ട്രോമ സ്റ്റേജിൽ എൻ്റെ അമ്മേനെ അനിയത്തിനെയും ട്രീറ്റ് ചെയ്തത് ഭയങ്കര മോശമായിട്ടാണ്. അതിൻ്റെ എല്ലാ ദേഷ്യവും അവൾക്ക് ഇപ്പോഴും എന്നോടുണ്ട്. എല്ലാം എൻ്റെ തെറ്റാ. എടി, ഇതവനാണെങ്കിൽ ഗൗരിക്ക് നല്ലതിനല്ല. എടുത്ത് വീട്ടിലേക്ക് പോകും. അവളോടുണ്ടെന്നല്ലേ പറഞ്ഞേ. അപ്പോൾ അവളോട് സംസാരിച്ച തീരത്തെ പ്രശ്നമൊന്നുമില്ല. ചെല്ലും. വീട്ടിലാരും ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. എന്തിന്? വെറുതെ ഓരോന്ന് സംസാരിച്ചിരിക്കാലോ. അത് നിനക്ക് കോള് വിളിച്ചാ പോരെ? അതിലൊരു ത്രില്ലില്ല. 6 മണിയാകുമ്പോ ചേച്ചി വരും. 6 മണിക്കല്ലേ ചേച്ചി വരുള്ളൂ? അതൊരു സമയമില്ലേ? എടോ പോയിട്ടോ, എല്ലാം ശരിയാവും. പക്ഷെ പെട്ടെന്ന് വന്നിട്ട് പോണം. പെട്ടെന്ന് വന്നിട്ട് ഞാൻ വരുവാണേ. Hello. ഹലോ. A small gift for you. താങ്ക് യു. വാ കേറി വാ. തന്റെ സിസ്റ്റർ അവിടെ വർക്ക് ചെയ്യുന്നേ? അവളോട് ട്രാവൽ ഏജൻസിയിലാ. ഞാൻ കഴിക്കാൻ വല്ല എടുത്തിട്ട് വരാം. ചേച്ചി നീ വല്ല കമ്പനി വലിയ ടൈംസിലല്ല. എന്താ പറ്റി? അത് പണ്ടേ വിട്ട കേസാ. നീ വേറെ വല്ലതും പറഞ്ഞേ. കുടി.
ദുരുദ്ദേശം വല്ലതും ഉണ്ടെങ്കിൽ കൈവച്ചേ. ദുരുദ്ദേശമൊന്നുമില്ല. നല്ല പോലെ തലവരിക്കുന്നു. ആ കുറച്ച് കഴിയുമ്പോൾ ശരിയാവുമായിരിക്കും. കുറച്ചുകൂടെ കുടിക്കും. അപ്പൊ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, നീ അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്ക. നീ ഇറങ്ങിയോ? അതാരാ? അറിയില്ല ആരാന്ന്. മനസ്സിലായി, പക്ഷെ അതവളെങ്ങനെ എടുക്കാൻ എനിക്കറിയില്ല. നീ ഇറങ്ങിയോ? നീ എന്താ ഇവിടെ? നീ എന്താ ഇവിടെ? അവളെവിടെ? ആര്? ഗൗരി എവിടെയെന്നാ? മോളെ ഗൗരി, ഗൗരി കണ്ണൂർക്ക് മോളെ. നീ എന്താണ് ഇവിടെ ചെയ്തേ? ഗൗരി നിനക്ക് എന്റെ ജീവിതം നശിപ്പിച്ചതുപോലെ എന്റെ അനിയത്തിനെ. അത് നിന്റെ അനിയത്തിയാണെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. നിന്റെ അനിയത്തി കുറച്ച് ഡ്രഗ്സ് എടുക്കുക. അത് നിന്റെ പെർമിഷൻ ആർക്ക് വേണം? എനിക്ക് അവളെയും കൂടെ തന്നൂടെ? എനിക്ക് അവളെയും കൂടെ തന്ന ഞാൻ ചാവണം. ഇതൊന്നും കൊല്ലില്ല. സ്നേഹിക്കും, ഒരുപാട് സ്നേഹിക്കും. എല്ലാം എന്റെ തെറ്റാ, ഞാനവനെ വിശ്വസിച്ചു പോയി. അല്ല മകളെ, നിനക്കൊന്നും പറ്റത്തില്ല. ആ വൃത്തിയേട്ടവന് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം കളയാൻ പറ്റത്തില്ല. നമുക്ക് ജീവിച്ചേ പറ്റൂ. ഇനി എന്ത് ചെയ്യാനാ? അമ്മ ഹലോ മോളെ, നീ വീട്ടിലെത്തിയോ? ഗൗരിയോടെ കൊറേ നേരമായിട്ട് അവളെവിടെ ഉണ്ട്? കുളിക്കായിരുന്നു. എന്താ നിന്റെ ശബ്ദത്തിനൊരു വ്യത്യാസം? അത് ട്രാവൽ ചെയ്തിട്ടാന്ന് തോന്നുന്നു അമ്മ. തലവേദന. അതോ രണ്ടാളും കൂടി ഞാൻ അടുത്തടി ഉണ്ടാക്കി? ഇല്ലമ്മ, ഞങ്ങൾ ഓക്കെയാ. എനിക്കൊരു കോള് വരുന്നുണ്ട്, ഞാൻ അമ്മനെ അയ്യോ വിളിക്കാം. മോളെ, വെക്കല്ലേ. ആ ചാർട്ട് പെയിന്റ് അടിക്കുന്ന കാര്യം ഞാൻ രവിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോളൊന്ന് വിളിച്ചേക്കണേ. ശരി, വിളിക്കാം. ആ ശരി. അമ്മ എന്താ പറഞ്ഞേ? നീ ഇങ്ങനെ പേടിക്കല്ലേ, എൻ്റെ ലൈഫ് പോയി. അമ്മയ്ക്ക് ആകെ പ്രതീക്ഷയുള്ളതും നിന്റെ കാര്യത്തിൽ. നിനക്കും കൂടെ എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മയ്ക്ക് സഹിക്കത്തില്ല. എൻ്റെ ഫോണല്ലേ? ഇവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു? എനിക്കറിയത്തില്ല. നീ ഒരു കാര്യം ചെയ്യേ, വിളിപ്പോൾ എൻ്റെ ഫോൺ നോക്കൂ. എന്തോന്നാലും പുറത്തേക്ക് വരരുത്. ആ ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നോ? രവിചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നേ. ഈ പെയിന്റ് ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് വെക്കാൻ പറഞ്ഞായിരുന്നു. എടാ, അത് ഇന്നും തുടങ്ങണമെന്നില്ല, 2 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും മതി. ഇല്ല, പുള്ളിക്ക് ഇപ്പൊ തിരക്കില്ലാത്ത ടൈമാണേ. അപ്പൊ നാളെ തന്നെ ഇവിടെ തുടങ്ങാന്നാ പറഞ്ഞേ. പണിക്കാരൊക്കെ വിളിച്ചോടെ പറയുകയും ചെയ്തു. പുറകിലേക്ക് വെച്ചാൽ ശരി ചേച്ചി. നീ എന്താ
ഇവിടെ വന്നിരിക്കുന്നേ? എനിക്ക് താഴെ നിന്നിട്ട് സമാധാനം കിട്ടുന്നില്ല ചേച്ചി. നീ ഇങ്ങനെ പേടിക്കല്ലേ. ഇനി ആകെ കുറച്ച് സമയം മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. നമ്മൾ ഇതിന്ന് രക്ഷപ്പെടും. അവൻ നിന്നെ അവസാനം വിളിച്ച അവനിവിടെ വന്നിട്ടുമുണ്ട്. ആദ്യം അവൻ ഇവിടെ വന്നിട്ടില്ലാന്നും നിന്നെ കണ്ടിട്ടില്ലാന്ന് നോക്കണം. അവന്റെ ഫോൺ എവിടെ? ഞാൻ താഴെ പോയി ഈ ഫോൺ അൺലോക്ക് ചെയ്തിട്ട് നിനക്ക് മെസ്സേജ് അയക്കും. നീ കൃത്യമായിട്ട് റിപ്ലൈ ആയിരുന്നു. അവനോട് ഇങ്ങോട്ട് വരണ്ടാന്നു ചോദിച്ചാൽ ഞാൻ വന്നൊന്നും പറഞ്ഞാൽ മതി. നീ ഫോൺ കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടെ ഏതെങ്കിലും ട്രെയിൻ കയറ്റി വിട്ടേക്കണം. ഞാൻ ഒന്ന് പുറത്തു പോവാം. നീ എന്താണെങ്കിലും ഇവിടെ തന്നെയാണ്. നമ്മൾ രണ്ടുപേരും കൂടി പുറത്തു പോയി ശരിയാവില്ല. ചേച്ചി അപ്പൊ ഞാൻ ഇവിടെ ഒറ്റയ്ക്കോ? നീ പേടിക്കല്ലേ. ഞാൻ ആ പൊടി കാറി കയറ്റി ഞാൻ അത് എവിടെയെങ്കിലും ഉപേക്ഷിച്ചിട്ട് വരത്തുള്ളൂ. എനിക്ക് അവളെയും കൂടെ തന്നൂടെ? ഇല്ല മകളെ, നിനക്കൊന്നും പറ്റത്തില്ല. നീ ഇങ്ങനെ പേടിക്കല്ലേ. എൻ്റെ ലൈഫ് പോയി. അമ്മയ്ക്ക് ആകെ പ്രതീക്ഷയുള്ളതും നിന്റെ കാര്യത്തിൽ. എങ്ങോട്ടാ ഈ രാത്രിയില്? മദ്യപിച്ചിട്ടുണ്ടോ? എടോ താനാ നോക്ക്. ഒന്നാമത് നോക്കിയോ? താനെങ്ങോട്ടാ ഈ വഴിക്ക്? സാർ, ഒരു ഫ്രണ്ട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് കണ്ടിട്ട് ഈ വഴിക്ക് എങ്ങോട്ടാ? വീട്ടിലേക്ക്. എടാ അത് വിജയനായിട്ടുള്ള ഏരിയ അല്ലേ, അതിലെ വണ്ടി പോകില്ലല്ലോ. ഫ്രണ്ടിന്റെ വീട്ടിലേക്ക്. തനിക്കറിയില്ലേ താൻ എങ്ങോട്ടാ പോകുന്നതെന്ന്? എടോ അത് ഡെഡ് എൻഡാ, അതിലേ പോകാൻ പറ്റില്ല. തനിക്ക് പോകണമെങ്കിൽ തിരിച്ച് പാലോട്ടം വഴി പോകണം. അതനുസരിച്ചിട്ട് അവനെ പറ്റി അന്വേഷിച്ചിരുന്നു. അവനിപ്പോ കൊച്ചിയിലെത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞേ. കൊച്ചിയിലോ? അവനോ? അവനിപ്പോ തിരുവനന്തപുരത്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാ.
അവനോട് പാവപ്പെട്ട ഒരു പെൺകൊച്ചിനെ പറഞ്ഞു പറ്റിച്ചു. ആ കുട്ടി ഈ റിലേഷൻഷിപ്പിൽ ഭയങ്കര സീരിയസ് ആയിരുന്നു. കഴിഞ്ഞ ദിവസം അവളുടെ ഫ്ലാറ്റിന്റെ മുകളിൽ ചാടി ആത്മഹത്യ ചെയ്തു. എത്ര പേരുടെ ജീവിതാ? ഗൗരി പറഞ്ഞ അവൻ തന്നെയാണോ? അല്ലടാ, അതെനിക്ക് തോന്നിയതാ. എടാ, ഞാൻ നിന്നെ വിളിക്കാം, ഞാൻ കുറച്ച് തിരക്കിൽ നിൽക്കാം. അപ്പൊ ശരി, 3:30 ഫ്ലൈറ്റ്. ലാൻഡ് ചെയ്യുമ്പോഴേക്കും അമ്മ എങ്ങത്തേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞൊക്കെ നീ വിട്ടേക്ക്. നീ പുതിയ ജീവിതം, പുതിയ സ്ഥലം. ശരി. നിന്റെ ഷർട്ടിലും ഇതോ, ഇത് നീ തന്ന 2 ബാഗില്ലേ പഴയത്? അത് ചാർജ് ഇടാൻ പോയപ്പോ പറ്റിയതാവും. എന്ത് നോക്കി നിൽക്കുക? പോട്ടെ. ചേച്ചി വണ്ടി ഒന്ന് നിർത്തിയേ. എന്താടി ചേച്ചി വണ്ടി ഒന്ന് നിർത്ത്. എന്താ ഗൗരി? ചേച്ചി നോക്കിക്കേ. ചേച്ചി, ഇതുവരെയായിട്ട് ഞാൻ ആ ബോഡി എന്താ ചെയ്തതെന്ന് പോലും ചോദിച്ചിട്ടില്ല. ഇനിയെങ്കിലും ഒന്ന് പറ. തിരുവനന്തപുരത്ത് അവൻ മറ്റൊരു കുട്ടിയെ പറ്റിച്ച് കടന്നു കളഞ്ഞെന്നും ആ കുട്ടി മരിച്ചു എന്നും പറഞ്ഞു. ആ ഒരു നിമിഷം എനിക്ക് എന്തെന്നില്ലാത്തൊരു ദേഷ്യം വന്നു, ഒരു ധൈര്യവും. പിന്നെ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റിയില്ല. നമ്മുടെ പഴയ തറവാട് വീടിന് പുറകിലുള്ള റബ്ബർ തോട്ടത്തിലിട്ട് ആ ബോഡി ഞാനങ്ങ് കത്തിച്ചു. ബാക്കി വന്ന ചാരവും മറ്റും തലേന്ന് രവിച്ചേട്ടൻ വീട്ടിൽ അടിക്കാൻ വെച്ച പെയിന്റിൽ കൊണ്ടുവന്നെന്ന് കലക്കി. പിറ്റേന്ന് പണിക്കാരാ പെയിന്റ് നമ്മുടെ വീടിൻ്റെ ചായ്പിനടിച്ചു. ആ പെയിന്റിൽ നിന്നും അവൻ്റെ DNA ഒന്നും ശാസ്ത്രീയമായിട്ട് കണ്ടെത്താനാവില്ലെന്ന് ഞാൻ ഉറപ്പുവരുത്തി. പിന്നെ ബാക്കി വന്ന കുറച്ച് എല്ലും കഷ്ണങ്ങൾ അത് ഞാൻ ആലുവ പുഴയിലൊഴുക്കി. ആര് ശ്രമിച്ചാലും അവൻ്റെ ബോഡി കണ്ടെത്താനൊന്നും പറ്റില്ല. സോ നമ്മൾ ഈ നാട്ടിൽ നിന്ന് പോകുന്നു, പുതിയൊരു ജീവിതത്തിലേക്ക്. നീ കഴിഞ്ഞതൊക്കെ മറക്കണം.